നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. മിനിമം വേതനം ഉൾപ്പെടെയുള്ള ഖത്തറിന്റെ പുതിയ തൊഴിൽ നിയമങ്ങൾ തൊഴിലുടമകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനൊപ്പം തൊഴിൽ കാര്യക്ഷമത ഉറപ്പുവരുത്താനും വഴിയൊരുക്കുന്നു. മിനിമം വേതനം സംബന്ധിച്ച 2020 17 നമ്പർ നിയമം തൊഴിലുടമയുടെ അനുമതിയില്ലാതെ തൊഴിൽ മാറ്റത്തിന് അനുവദിച്ചുകൊണ്ടുള്ള 2004 14 നമ്പർ തൊഴിൽ നിയമം ഭേദഗതി ചെയ്തുകൊണ്ടുള്ള 2020 18 നമ്പർ നിയമം പ്രവാസികളുടെ വരവും പോക്കും താമസവും സംബന്ധിച്ച 2015 21 നമ്പർ നിയമം ഭേദഗതി ചെയ്തുകൊണ്ടുള്ള 19 നമ്പർ നിയമം എന്നിവയാണ് രാജ്യത്ത് പ്രാബല്യത്തിലായ പുതിയ തൊഴിൽ പരിഷ്കാരങ്ങൾ. ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച തീയതി മുതൽ നിയമങ്ങൾ പ്രാബല്യത്തിലായി. നടപ്പാക്കൽ ചട്ടങ്ങളുടെ നടപടിക്രമങ്ങളിലാണ് തൊഴിൽ മന്ത്രാലയം. മിനിമം വേതനവും നിയമത്തിൽ ഉൾപ്പെടുന്നു. 1962 3 നമ്പർ തൊഴിൽ നിയമത്തിൽ മിനിമം വേതനം സംബന്ധിച്ച പരാമർശമുണ്ടെങ്കിലും നിയമമായത് ഇതാദ്യമായാണ്. തൊഴിൽ വിപണിയിലെ താഴെ തട്ടു മുതൽ മുകൾ തട്ടിലുള്ളവർക്ക് വരെ ഗുണകരമാകുന്നതാണ് പുതിയ നിയമമെന്ന് ദോഹയിലെ പ്രമുഖ നിയമകാര്യ വിദഗ്ധൻ അഡ്വക്കേറ്റ് നിസാൻ കോച്ചേരി ചൂണ്ടിക്കാട്ടുന്നു. വീട്ടുജോലിക്കാർ, ഫാമുകളിലെ തൊഴിലാളികൾ തുടങ്ങി പ്രൊഫഷണൽ വിഭാഗങ്ങൾക്ക് വരെ പുതിയ നിയമം പ്രയോജനപ്പെടും. സാമ്പത്തിക വളർച്ചയ്ക്ക് മാത്രമല്ല, തൊഴിൽ വിപണിയിലെ മത്സരക്ഷമതയും ഉൽപാദനക്ഷമതയും ശക്തിപ്പെടുത്തൽ തുടങ്ങിയ തൊഴിലാളികളുടെയും കുടുംബത്തിന്റെയും ആവശ്യകതകൾ പോലും കണ്ടറിഞ്ഞുകൊണ്ടുള്ളതാണ് നിയമം. പുതിയ നിയമപ്രകാരം അടിസ്ഥാന വേതനം 1000 റിയാലാണ്. തൊഴിലാളികൾക്ക് ഭക്ഷണവും താമസവും നൽകുന്നില്ലെങ്കിൽ 500 റിയാൽ താമസത്തിനും 300 റിയാൽ ഭക്ഷണത്തിനും ഉൾപ്പെടെ 1800 റിയാൽ നൽകിയിരിക്കണം. ആർട്ടിക്കിൾ 43 പുതിയ ഭേദഗതി പ്രകാരം മത്സരരഹിത വ്യവസ്ഥയുടെ കാലാവധി 2 വർഷത്തിൽ നിന്ന് 1 വർഷമാക്കി കുറച്ചതും പ്രൊഫഷണൽ മേഖലയ്ക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. തൊഴിൽ മാറുന്ന തീയതി മുതൽ വിലക്ക് 1 വർഷത്തേക്ക് കൂടാൻ പാടില്ല എന്നാണ് വ്യവസ്ഥ. ജോലിയുടെ സ്വഭാവം തൊഴിലുടമയുടെ ബിസിനസ് രഹസ്യങ്ങളെയോ ഉപഭോക്താക്കളെയോ ബാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ കരാറിൽ ഇത്തരമൊരു വ്യവസ്ഥ ഉണ്ടാവുകയുള്ളൂ. കരാറിൽ മത്സരരഹിത വ്യവസ്ഥ ഉണ്ടെങ്കിൽ തൊഴിൽ കരാർ റദ്ദായ ശേഷം 1 വർഷത്തേക്ക് തൊഴിലുടമയുമായി മത്സരത്തിനോ അല്ലെങ്കിൽ സമാന സാമ്പത്തിക മേഖലയിൽ ഏതെങ്കിലും തരത്തിൽ മത്സര സ്വഭാവമുള്ള ബിസിനസിന്റെ ഭാഗമാകുകയോ ചെയ്യാൻ പാടില്ല. തൊഴിൽ മാറ്റം സംബന്ധിച്ച 2020 18 നമ്പർ നിയമവ്യവസ്ഥകൾ പ്രകാരവും മുൻകൂർ നോട്ടീസ് നൽകാതെ ജോലി രാജിവെക്കുമ്പോഴുള്ള വിലക്കും 1 വർഷമാക്കിയിട്ടുണ്ട്. പുതിയ നിയമങ്ങളുടെ നേട്ടങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഭക്ഷണവും താമസവും ഇല്ലെങ്കിൽ മിനിമം വേതനം 1800 റിയാൽ. പ്രൊബേഷൻ കാലാവധിയിലും ജോലി മാറാം. ജോലി മാറ്റത്തിന് തൊഴിലുടമയുടെ അനുമതി വേണ്ട. മത്സരരഹിത വ്യവസ്ഥയിൽ വിലക്ക് 1 വർഷം മാത്രമാണ്. RP കാലാവധി കഴിഞ്ഞാലും തൊഴിൽ മാറാം. ഒപ്പം വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ടുള്ള തൊഴിൽ മാറ്റം സേവന ആനുകൂല്യങ്ങൾക്കും അർഹമാകും. ഒപ്പം പരിഹരിക്കാൻ കൂടുതൽ തൊഴിൽ തർക്ക പരിഹാര കമ്മിറ്റികളുണ്ട്. തൊഴിൽ വിപണിയിൽ കൂടുതൽ കാര്യക്ഷമതയും ഉൽപാദനക്ഷമതയും റിക്രൂട്ട്മെന്റ് ചെലവ് കുറയ്ക്കാം. ആഭ്യന്തര തൊഴിൽ വിപണിക്ക് കരുത്തേകും. മിനിമം വേതനം ഉൾപ്പെടെയുള്ള ഖത്തറിന്റെ പുതിയ തൊഴിൽ നിയമങ്ങൾ തൊഴിലുടമകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനൊപ്പം തൊഴിൽ കാര്യക്ഷമത ഉറപ്പുവരുത്താനും വഴിയൊരുക്കുന്നു. മിനിമം വേതനം സംബന്ധിച്ച 2020 17 നമ്പർ നിയമം തൊഴിലുടമയുടെ അനുമതിയില്ലാതെ തൊഴിൽ മാറ്റത്തിന് അനുവദിച്ചുകൊണ്ടുള്ള 2004 14 നമ്പർ തൊഴിൽ നിയമം ഭേദഗതി ചെയ്തുകൊണ്ടുള്ള 2020 18 നമ്പർ നിയമം പ്രവാസികളുടെ വരവും പോക്കും താമസവും സംബന്ധിച്ചുള്ള 2015 21 നമ്പർ നിയമം ഭേദഗതി ചെയ്തുകൊണ്ടുള്ള 19 നമ്പർ നിയമം എന്നിവയാണ് രാജ്യത്ത് പ്രാബല്യത്തിലായ പുതിയ തൊഴിൽ പരിഷ്കാരങ്ങൾ. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.